ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിനും ചെമ്മനെ പോലെ നാളത്തെ വിശേഷങ്ങളൊക്കെ അവരെ സഹായം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടെ ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ചേർന്ന് എഗ്രിമെൻറ്റ് പേപ്പറിലൊക്കെ സൈൻ ചെയ്തിട്ട് ക്യാഷ് കൊടുക്കുകയാണ്. ക്യാഷ് കൊടുത്തതിന് ശേഷം അപ്പം എഗ്രിമെൻറ്റ് പേപ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ മേടിച്ചോന്ന് പറയാം, അച്ഛനും അമ്മയും കൊടുക്കുക. അപ്പോൾ രവീന്ദ്രൻ പറയും എനിക്ക് വേണം, ഞങ്ങൾക്ക് മേടിക്കണ്ട. അവർ വീട് സ്വന്തമായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയും. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരെ തന്നെ ശരിയെന്ന് പറയുമ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ രണ്ടുപേരും എഴുന്നേറ്റ് അത് മേടിക്കുന്നുണ്ട്. മേടിച്ച് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ കാലെ വീഴുന്നുണ്ട്. ചന്ദ്രമതിയുടെ കാലെ വീണിട്ട് അമ്മ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അപ്പം എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം. ശ്രുതിയും പിന്നെ വർഷയും ശ്രീകാന്തും ചന്ദ്രമതി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. രവീന്ദ്രനെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തന്നെ. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യും നിങ്ങളുടെ ഇളയ ഒരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആളെന്തെന്നോ അവൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അപ്പം പറയുക ഞങ്ങൾക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്, എയർപോർട്ടിൽ പോകാൻ ടൈം ഉണ്ട്, അത്യാവശ്യം കയറി പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരി സാർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ 2 ദിവസം നിങ്ങൾ എന്നിട്ട് നോക്കിക്കോണം എന്ന് പറഞ്ഞത് അത് ആ പെണ്ണുമ്പിള്ള പറയുമ്പോഴത്തേക്കും പുള്ളി പറയാം ഇനി അവരുടെ വീടാണ്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവരവരുടെ വീടും ശ്രദ്ധിച്ചോട്ടെ. പിന്നെ പറയാം 6 മാസം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരണം, ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് തരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ സാർ അതൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇവർ വണ്ടി കയറി പെട്ടെന്ന് ഇവർക്ക് ഭയങ്കര ധൃതി, അതായത് ഈ കളിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് ഭയങ്കര ധൃതി. നേരെ വന്നൊരു റെൻ്റേക്കാറാണ്, അതായത് ടാക്സിക്കാർ കയറി വണ്ടി എടുത്ത് ആ വീട് വലിയ വീടാണല്ലോ, ഒരു സൈഡിൽ കൂടെ എടുത്ത് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അതിലൂടെ വണ്ടിയായിട്ട് വരും. വണ്ടി വരുമ്പോഴത്തേക്ക് രണ്ടുപേരും മുട്ടിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് അവിടെ നിൽക്കുക. രണ്ട് ഡ്രൈവർമാരും ഇറങ്ങി വരും. സച്ചി അത് മറ്റേ ഡ്രൈവർ ഇറങ്ങി നിന്നിട്ട് താനെന്തോടെ കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടക്ക് എടാ ഓൺ അടിച്ചിട്ട് വരുത്തില്ലടോ എന്ന് സച്ചി അവനോട് ചോദിക്കും. അകത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഓൺ അടിച്ചിട്ട് വരുത്തില്ല, നീയാണ് ഓൺ അടിക്കേണ്ടത്, നീയല്ലേ പുറത്തുനിന്ന് വന്നേ അതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഇതിൻ്റെ അന്ന് ഓണർ ചാടി ഇറങ്ങിയിട്ട് ഹലോ ബ്രോ വിട്ടുകളാ എന്നാലും വിട്ടുകളാ, നിങ്ങൾക്ക് കേസ് വിട്ടുകളാന്നുള്ള പറയുമ്പോഴത്തേക്ക് രേവതിയും കൂടെ പറയുന്നുണ്ട് അങ്ങനെ വിട്ടുകളഞ്ഞ ഉടനെ മറ്റേ ഡ്രൈവർ പറയുന്നുണ്ട് നിനക്കാണ് വണ്ടി ഓടിക്കാറില്ല, എനിക്കാണ് വണ്ടി ഓടിക്കാറത്, നിനക്കാണ് വണ്ടി ഓടിക്കാറത്, എനിക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയാടാ, നീ ആവശ്യമില്ലാതെ പറയാതെ നിന്നെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞ് സച്ചിവനോട് ഉടക്കും. അപ്പം എന്നിട്ട് സച്ചി ചോദിക്കണം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന രാജാവാണോ, ഇങ്ങനെയൊക്കെ വലിയ രീതി വണ്ടി ഓടിച്ചുകൊണ്ട് വരാനുള്ള രീതിക്കും മറ്റേ പുള്ളി വന്ന് ഇറങ്ങിയിട്ട് പറയുകയാണ് ബ്രോ വിട്ടുകളാൻ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പോകണം അതായത് നല്ല രീതി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും കൂടി ചേർന്ന് പറഞ്ഞിട്ട് സച്ചി ലാസ്റ്റ് വണ്ടി എടുത്ത് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇവിടുത്തെ ബഹളം കേട്ടിട്ട് വീട്ടിലുള്ളവരെല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അതായത് ശ്രീകാന്ത് വർഷ, ശ്രുതി, രവീന്ദ്രൻ, ചന്ദ്രമതി എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അവർ നോക്കി നിൽക്കുകയാണ് ഈ സംഭവം നടക്കുന്നത്. അവർ നോക്കി നിൽക്കുന്ന സംഭവം നടക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് അല്ല ശ്രുതി പറഞ്ഞു ഒന്ന് പോയി ഇടപെടണം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി കയറി പിടിക്കുന്നുണ്ട് അവനെ. നീ ഒന്നും പോകണ്ട, നീ അവിടെ നിൽക്കുന്നുള്ള രീതി പറഞ്ഞു പോകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ സച്ചി വണ്ടിയായിട്ട് അകത്ത് കയറി വരുന്നുണ്ട്. അകത്ത് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് ഇതാരാ പോകുന്നതെന്ന് ചോദിച്ചു. എടാ നീ എന്തിനാ അവൻ്റെ അടുത്ത് തുടക്കമുണ്ടാക്കി ആളെ ഈ വീടിൻ്റെ ഓണർ എന്ന് പറയും. ഓണറോ? അതിനാ നീ എന്നെ അങ്ങനെ വർത്തനം പറഞ്ഞു? അതെ ഓണറാണ് എൻ്റെ വണ്ടിക്കകത്തിരിക്കുന്നത്. എടാ ഈ 5 കോടി രൂപയുടെ വീടുള്ള ഒരു ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് റെൻ്റേക്കാരനാണ് പോകാമെന്ന് ചോദിക്കുന്നത്. ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെനിക്ക് റെൻ്റേക്കാരൻ എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. ആ യെല്ലോ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലായി. യെല്ലോ ബോർഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ടാക്സി വണ്ടി നടന്നു. ഉടനെ ശ്രുതി പറയുന്നുണ്ട് അതെ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം, അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് ഒരു കാറ് പിടിച്ചെന്നുള്ളതുള്ളൂ, അല്ലാതെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ ശരിയെന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആൾക്കാരെന്ന് പറയുമ്പോൾ എന്നെ തന്നെ കണ്ടിട്ട് അവൾ പറഞ്ഞില്ലേ നല്ല മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്ന ആൾക്കാരാ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എന്ന് പറയാണ്. ഇപ്പം രവീന്ദ്രൻ പറയും ഇനിയിപ്പം എന്നാ അപ്പം അല്ല എന്നെ തന്നെ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സീനുണ്ടായിരുന്നു മറ്റേ പുള്ളി. അപ്പം രവീന്ദ്രൻ പറയും ഇനി നീ ഇത് പിടിച്ചുകൊണ്ടിരുന്നോ, കാരണം ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇതെല്ലാം പാടിക്കൊണ്ടിരുന്നോ. ഉടനെ സച്ചി പറയും ഈ വീടൊക്കെ കണ്ടിട്ട് പറയും ഈ വീട് കണ്ടിട്ട് അവനെയും കണ്ടിട്ട് എനിക്ക് ഡൗട്ട് തോന്നുന്നു, അവൻ എന്തോ ഡൗട്ടുണ്ട്, എനിക്ക് അവനൊന്ന് കണ്ടിട്ടൊരു തളിപ്പിക്കുന്ന പോലെ നോക്കുന്നുണ്ട്, എനിക്ക് ഡൗട്ട് തോന്നുന്നു, ഞാനൊന്ന് പോയി ചോദിച്ചു 2 ഇടിമ കൊടുത്ത് ചോദിക്കാൻ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക എടാ ഒരു വിധത്തിലാണ് 5 കോടി രൂപയുടെ വീട് 3 കോടി ആക്കി മേടിച്ച് വെച്ചേക്കുന്നത്, നീ എൻ്റെ അകത്ത് കുളവാക്കരുത്, നീ ആവശ്യമില്ലാത്ത രീതി ഇടപെടരുത്, നീ നിൽക്കി എന്ന് പറഞ്ഞ് അകത്ത് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ എല്ലാവരും ഓരോ സൈഡിലേക്ക്, അതായത് വർഷ, രേവതി, സച്ചി എല്ലാം ബീച്ച് അതിൻ്റെ അടുത്ത് തമിഴ് വേഷനാണ് ഞാൻ പറയുന്നത്. ആ തമിഴ് വേഷൻ്റെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. തൊട്ട് ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് തിരമാലകളൊക്കെ കയറി ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ അവിടെ ബീച്ചിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ ടെറസിൽ ചന്ദ്രമതി നിൽക്കുന്നുണ്ട്. താഴെ ബുക്ക് സ്റ്റാൾ പോലെ ഒരു ബുക്കിൻ്റെ ഇതുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ രവീന്ദ്രൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നേരത്തിൽ ഓരോ രീതിയിൽ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മുടെ ഈ
അല്ല ശ്രീകാന്തൊക്കെയാണ്, ശ്രീകാന്താണ് പോകുന്നത് കേട്ടോ നമ്മുടെ ബീച്ചിൽ. ശ്രീകാന്തും വർഷയും രേവതിയും. അപ്പം ചന്ദ്രമതി ഓടി വന്നിട്ട് പറയും, ചേട്ടാ ചേട്ടാ രവിയേട്ടാ ഇതാണ്ടോ ഈ 2 വീടില്ലേ, നമ്മുടെ 2 വീട് ചേർന്ന് ഈ ഒരു നിലയ്ക്ക്, ഈ നിലയിൽ ഒറ്റ നില ചേർന്നാൽ പോലും നമ്മുടെ 2 വീടിനെക്കാട്ടും ഭയങ്കര വലുതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെ 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 എന്നൊക്കെ പറഞ്ഞു വിടുക. അത് ഞാൻ പറയും, എന്നെ ഭാഗ്യം ചെയ്ത ആൾക്കാരെ നമ്മൾ പറഞ്ഞ് എൻ്റെ മകൻ്റെ കൂടെ മകന് വെച്ചൊടി കയറ്റമാണ്, ഇതിനെല്ലാം കാരണക്കാരി എൻ്റെ സുതിമോളാണ്, മരുമോൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഓടി വരുവാണ്. സച്ചി ഓടി വന്നിട്ട് ഓടി ഇതെല്ലാം കേട്ടോണ്ടിരിക്കണം. സച്ചി കണ്ടപ്പോൾ ശ്രുതിയും കേൾക്കുന്നുണ്ടത്തില്ല. അപ്പോൾ സച്ചി ഓടി വന്നിട്ട് ആഹാ എനിക്കൊരു കാര്യം ഉണ്ട് അപ്പം പറയാനുണ്ട്, എന്താ പറയുക ഇപ്പം എന്തോ പറഞ്ഞല്ലോ ചോദിക്കും. അതേ എൻ്റെ മകന് തക്കതായിട്ടൊരു ദൈവം പടച്ചു വിട്ട ഒരു പെണ്ണാണ്, മകളാണ് ശ്രുതി എന്ന് പറയുന്നുണ്ട്. ശ്രുതി അപ്പം എന്നെ ദൈവം എന്നെ തയ്യക്കാരനാണ്, അവിടെ നിന്ന് കറക്റ്റ് അളവിൽ തയ്ച്ച് റെഡിയാക്കി വിടാൻ വേണ്ടി അതിനുള്ള പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ച് ഇറക്കി വിടുന്ന എന്ന് ചോദിക്കും. എന്നിട്ട് പറയാം, നീ ആവശ്യമില്ല, നീ സംസാരിക്കാന്നൊക്കെ അല്ലേ ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി നിങ്ങളപ്പം അല്ല ശ്രുതി ചോദിക്കുന്നു, സച്ചി ചോദിക്കുന്നു, നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞില്ലേ, അതായത് ഒരു ഭാര്യ കാരണം കൊണ്ടാണ് ഒരു ഭർത്താവിന് ഉന്നതി ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ എന്നിട്ട് ചോദിക്കാം, അപ്പം അച്ഛൻ എന്നാ ഉന്നതി വരാത്തതെന്ന് ചോദിക്കുക, അച്ഛൻ എന്നാ ഇതുപോലുള്ള വീട് മേടിക്കാത്തതെന്ന് ചോദിക്കാം. അപ്പം അമ്മയുടെ ഗുണം ഇതാണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കളിയാക്കി വെക്കുവാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുക, അങ്ങനെ ചന്ദ്രമതി ചാടി കൊടുത്തു, ഇതാണ് പിന്നീട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയും, ഇവനെ ഇറക്കി വിട്ടേ എന്നുള്ള രീതി പറഞ്ഞ് അവനെ ഓടിച്ചു വിടണം. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നത് അവിടെ ശ്രുതി ഇങ്ങനെ വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും, അപ്പം നമ്മുടെ ആനന്ദ് വന്നിട്ട് പറയും, ബ്രോ അടിപൊളി വീടൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്, സൂപ്പറാണ് കേട്ടോ, നമുക്ക് കമ്മീഷനൊക്കെ വേണം മാത്രം ഇനിയിപ്പം വെച്ചിട്ട് കയറ്റാണ് ഹെലികോപ്റ്റർ, ജെറ്റ്, കപ്പൽ ഇതിലൊക്കെ മേടിക്കാൻ പോകാനുള്ള പ്ലാനൊക്കെ ആണല്ലോ, ബിസിനസ് ഉയർന്നു നിൽക്കുന്നത്, ഇതുപോലുള്ള വീടുകൾ മേടിക്കുന്നത് എല്ലാം കൊണ്ട് സെറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പതുക്കെ നമുക്ക് എല്ലാം സെറ്റാക്കാം എന്നുള്ള രീതിയിൽ ശ്രുതി ആനന്ദിനോട് പറയുന്ന. അടുത്ത സീൻ കാണിക്കാൻ നമ്മുടെ ചന്ദ്രമതിയും എല്ലാവരും കൂടി ചേർന്ന് പൂളിൻ്റെ അടുത്ത് വന്നേ കാണും. പൂളിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ചന്ദ്രമതി ചുമ്മാ പൊട്ടിയെ പോലെ ചോദിക്കുകയാണ്, സുഹിമനെ ഇതിൻ്റെ അകത്ത് എപ്പോഴും വെള്ളം കാണുമെന്ന് ചോദിക്കുക. ഉടനെ അമ്മ ഇത് എപ്പോഴും വെള്ളം ഉള്ളതുകൊണ്ടാണ് അത് പൂളെന്ന് അറിയപ്പെടുന്നത് പറയാം. ആണോ, അത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, ഇതിൻ്റെ അകത്ത് എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാനൊക്കെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് പറയുകയാണെ, എടാ അമ്മയ്ക്ക് കുളിക്കാൻ ഈ വെള്ളം പറ്റത്തില്ല, കാരണം അത് കടലിലെ വെള്ളം വേണം, അതായിരിക്കും അമ്മയ്ക്ക് ചേരുന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ പറഞ്ഞിട്ട് ശരിയാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് രവീന്ദ്രൻ പറയും, എടാ സച്ചി മിണ്ടാതിരിക്കുക, അത് ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അസൂയ കൊണ്ടാ കുശുമ കൊണ്ടാ പറയുന്നതെന്നൊക്കെ ഓർക്കും, നീ മിണ്ടാതിരിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ കടന്നു വരുമ്പോഴത്തേക്ക് വർഷയോട് പറയണേ, വർഷേ ഇതുകൊണ്ട് എൻ്റെ മോൻ്റെ വീട് കണ്ടോ, ഭയങ്കര വീടല്ലേ, ഗംഭീര വീടല്ലേ എന്ന് ചോദിക്കുവാണ്. എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, ആൻറ്റി ഈ വീടല്ല ആൻറ്റി, ഈ ചുറ്റുപാടുള്ള എല്ലാം ഇതുപോലുള്ള വീടുകളൊക്കെ തന്നെയാണ് ഉള്ളത്, ഇതിൻ്റെ അകത്ത് ഒരു 5 കിലോമീറ്റർ തള്ളി നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനും ബോട്ട് ഹൗസും ബീച്ച് ഹൗസൊക്കെ ഉണ്ട്. ബീച്ച് ഹൗസോ? ബീച്ച് ഹൗസ് ഉണ്ട്. അതുകൂടാതെ അച്ഛൻ ആലപ്പിയിൽ 5 ബോട്ട് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ട് ഹൗസ് മനസ്സിലായില്ല. അതായത് എൻ്റെ അച്ഛനും ഒരു കുറച്ച് പാർട്ട്നേഴ്സും കൂടി ചേർന്ന് ഇത് ബോട്ട് സർവീസ് നടത്തും. ബോട്ട് സർവീസിൽ ബോട്ട് ഹൗസ് വെച്ചിട്ടുണ്ട്, അതങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഉടനെ അത് ചുമ്മാണ്, അതിൻ്റെ അതിൻ്റെ ബോട്ടിൻ്റെ അകത്ത് ഹൗസിൻ്റെ അകത്ത് ബോട്ടാണെന്നുള്ള ഇതിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുമ്പോൾ ഇത് കൂടാതെ എൻ്റെ അച്ഛനൊരു യാട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു. യാട്ടോ അതെന്നാ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് കപ്പൽ ബോട്ടിനെക്കാട്ട് വലുതും കപ്പലിനെക്കാട്ട് ചെറുതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി വിടുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഉടനെ അപ്പോൾ അങ്ങോട്ട് ചെന്നുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇതല്ലേ ഇപ്പോൾ സച്ചിയൊക്കെ തലയാട്ടണം, നല്ല അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത് അങ്ങനെ തലയാടിക്കൊണ്ടിരിക്കണം. ഉടനെ ചന്ദ്രമതിക്ക് ഇങ്ങോട്ട് ഭയങ്കര ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു അല്ലാതെ അസൂയ പോലെ കലർന്ന ഒരു ദേഷ്യം. ഉടനെ സുധിമനെ നീ ഒന്നും നോക്കണ്ട, ഇത്ര വീട് വല്ലതും ഉണ്ടല്ലോ, നമുക്കൊരു കപ്പൽ മേടിച്ചിട്ടേക്കാൻ. കപ്പലോ? അപ്പോൾ എല്ലാവരും ഞെട്ടുക. കപ്പൽ മേടിച്ചിട്ടേക്കാം, കാരണം എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം, പെട്ടെന്ന് കപ്പലിൽ കയറി പോവുക ഇറങ്ങി വരാമെന്നൊക്കെ. ഉടനെ രവീന്ദ്രൻ എടി നിനക്ക് വല്ല വിവരമുണ്ടോ, കാരണം ഈ കപ്പൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അതായത് ബോട്ട് തന്നെ കപ്പലിനെ തിരിച്ചറിയാം, എനിക്ക് ബോട്ട് തന്നെ കപ്പലിനെ തിരിച്ചറിയാനൊക്കെ പറ്റും, നിങ്ങളെന്ന് പറയാനും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാരണം എൻ്റെ മോൻ വളർന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഇനിയും ബോട്ട് മേടിക്കാനും കപ്പൽ മേടിക്കാനൊക്കെ അവനെ കൊണ്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. പണ്ട് തൊട്ടേ അവൻ എല്ലാ കാര്യത്തിലും എടുക്കാനാണ്. പണ്ട് തൊട്ടേ അവൻ പരീക്ഷ എഴുതുന്നവർക്ക് പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര പുറത്തുള്ളവർക്ക് അകത്തുള്ളവർക്കൊക്കെ ഭയങ്കര അസൂയ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ചന്ദ്രമതിക്കും അസൂയ, സച്ചിക്ക് അസൂയ എന്നുള്ളത്. സച്ചി പറയാം അതിപ്പോൾ അകത്തുള്ളവർ ഞങ്ങളെ ഉദ്ദേശിക്കുന്ന പറയും, നിങ്ങൾ ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പറയുമ്പോഴത്തേക്ക് പിന്നെ
ഓടി വന്ന് രവീന്ദ്രൻ ഓടി വന്നിട്ട് പറയും, എടി 2 ദിവസം ഇവിടെ തങ്ങാനല്ല വന്നേക്കുന്നത്, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വിഷയം നീ ഉണ്ടാക്കുന്നത്, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ മിണ്ടാതിരിക്കും. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീദേവി വർഷയോട് രേവതി ചോദിക്കുന്നുണ്ട്, എടി അല്ല വർഷ ഇതിപ്പോൾ ഈ വീടിൻ്റെ അടുത്തായിട്ട് ഈ ബീച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാർക്ക് പേടിയൊന്നുമില്ല ചോദിച്ചു. അതൊക്കെ പേടിയുണ്ടാവും, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പം അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മൾ ഈ കെട്ടും പാണ്ടവും കട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതുള്ളൂ, അല്ലാതെ ഒന്നും ഇല്ല എന്നുള്ള രീതി പറഞ്ഞ് നിർത്തുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ സീൻ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ നാളെ രാവിലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ എപ്പിസോഡ് കാണാവുന്നതാണ്. കൂടാതെ ഇത് ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ്, കാരണം നമ്മൾ തമിഴ് വേഷൻ്റെ ഇതാണ് പറഞ്ഞത് ഇത്രയും മാത്രം ഉൾപ്പെടുത്തുമോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് നാളെ രാവിലെ ഫുൾ വീഡിയോ ആയിട്ട് വരും. അതുപോലെ പിന്നെ നാളെ ഇനി ഉള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്ന കഥയും കൂടെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.